മേജർ ആനന്ദ് എന്ന സൈനികന് അവിസ്മരണീയമായ ഒരു സല്യൂട്ട് ലഭിച്ചു. പൂർവ്വ സൈനികനായ പിതാവാണ് മകന് പൊതുവേദിയിൽ വെച്ച് സല്യൂട്ട് നൽകിയത്. അസുലഭ നിമിഷം സമ്മാനിച്ച സന്തോഷത്തിലാണ് കുടുംബം. മകന് പിതാവിന്റെ സല്യൂട്ട്. ഓർമ്മകൾ ഫ്രെയിമുകളാക്കി ചേർത്ത് വെച്ചിട്ടുണ്ട്. മകന്റെ മേജർ ആനന്ദിലേക്കുള്ള യാത്രയുടെ തുടക്കം മുതൽ കൂടെയുണ്ട്. പൂർവ്വ സൈനികനായ പിതാവിന് ഇത് അഭിമാന നിമിഷമാണ്. കാറുകളുടേക്ക് പല ഓഫീസുകളിലും പല ഫംഗ്ഷനും നടത്തുന്നുണ്ട്. പിന്നെ ഞാൻ ജോലി ചെയ്ത PSC ഓഫീസിലാണ്. അപ്പോൾ അവർ വിളിച്ചിരുന്നു. മോനാണ് അവിടെ ഗസ്റ്റായിട്ട് വിളിച്ചത്. അതിനോടനുസരിച്ച് ഞങ്ങൾ പോയി സ്പെഷ്യലായിട്ട് ഞങ്ങൾ അച്ഛനെയും അമ്മയും കൂടെ ആദരിക്കുക. അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റ് തരേണ്ടത് മകനായിരുന്നു. അങ്ങനെ മേജർ ആനന്ദ് എനിക്ക് ഗിഫ്റ്റ് തന്നു. പക്ഷേ ആനന്ദിന് ഒരു മേജർ എന്നുള്ള രൂപത്തിൽ യൂണിഫോം ഇട്ട സമയത്ത് അച്ഛൻ എന്നുള്ള രൂപത്തിൽ എക്സറൈസ് എന്നുള്ള രൂപത്തിൽ സല്യൂട്ട് കൊടുത്ത് സ്വീകരിക്കുകയായിരുന്നു. സല്യൂട്ട് കഴിഞ്ഞതിന് ശേഷം മോൻ വന്നിട്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുമായിരുന്നു. താങ്കൾ പറഞ്ഞ പോലെ ആലിംഗനം ചെയ്യുക, അതാണ് ആവശ്യമായിരുന്നു. ആലിംഗനം അങ്ങനെ കെട്ടിപ്പിടി. അപ്പോൾ സദസ്സ് നിറയെ കയ്യടിയായിരുന്നു. മോൻ്റെ കയ്യിൽ നിന്ന് അച്ഛന് വാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടായതിൽ ഭയങ്കര ഏറ്റവും വലിയ സന്തോഷം. ഇത്രയും ജീവിച്ചതിൻ്റെ ഇടയിൽ ഏറ്റവും വലിയ സന്തോഷം അതായിരുന്നു. സല്യൂട്ട് ചെയ്യുമെന്ന് അറിയാം. മോൻ പറയും ക്യാപ്പ് വെച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ക്യാപ്പ് വെക്കട്ടെ. ഇല്ലില്ല, അത് ക്യാപ്പ് വെക്കണം. അപ്പോൾ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് എന്തിനാണ്. ബിക്കോസ് ഒരു ഓഫീസറിന് ക്യാപ്പ് വെച്ച ഒരാൾക്ക് മാത്രമേ നമുക്കങ്ങനെ സല്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കറിയില്ലായിരുന്നു. എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. സ്നേഹവും അഭിമാനവും ചാലിച്ച് മകന് സല്യൂട്ട് നൽകി നിൽക്കുകയാണ് അച്ഛൻ. എന്തായാലും ഈ ഓർമ്മ ചിത്രങ്ങൾക്കൊപ്പം മനോഹരമായ മറ്റൊരു ചിത്രവും ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. നെല്ലൈ മുരുകനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ അസുലഭ നിമിഷത്തെ പറ്റി പറയാനായി രാഹുൽ ജി നാഥന് നമുക്കൊപ്പമുണ്ട്. രാഹുൽ അവസാനം പറഞ്ഞതാണെന്ന് തോന്നുന്നു ഏറ്റവും നമുക്ക് ശ്രദ്ധിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത്, അതായത് അവിടെ എല്ലാത്തിൻ്റെയും ചിത്രങ്ങൾ, ഓർമ്മക്കുറിപ്പ് പോലെ എല്ലാ ചിത്രങ്ങളും അവിടെ ഇങ്ങനെ പതിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചിത്രം വരാൻ പോവുകയാണ്. അച്ഛൻ നൽകിയിട്ടുള്ള സല്യൂട്ട് അല്ലേ? സത്യമായി ഈ അച്ഛനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം നമ്മളെ വരവേൽക്കുന്ന ഈ ഫോട്ടോകളാണ്. സ്വാഭാവികമായിട്ട് ഫോട്ടോ കാണുമ്പോൾ ആളുകൾ സംസാരിക്കുക ഫോട്ടോയെ പറ്റിയാകും. അച്ഛനും അത് തന്നെയാണ് ആഗ്രഹം. വാദവരാതെ അച്ഛൻ ഓരോ നിമിഷങ്ങളും നമ്മോട് പറയും. എന്തായാലും ഇതൊരു അർപ്പണത്തിൻ്റെ കഥയാണെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം മേജർ ആനന്ദിനെ സംബന്ധിച്ച് അച്ഛൻ സൈന്യത്തിലായിരുന്നു, ഭാര്യയുടെ പിതാവ് സൈന്യത്തിലാണ്. അങ്ങനെ ഈ സൈനിക മേഖലയിൽ ജോലി ചെയ്ത് സേവനമനുഷ്ഠിച്ചവരുടെ ഒരു പാരമ്പര്യം ഉണ്ട്. അപ്പോൾ ഈ അച്ഛൻ ഹവീൽദാറായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. അത്തരത്തിൽ കുഞ്ഞുനാൾ മുതലുണ്ടായ ആഗ്രഹമാണ്. ഒടുവിൽ ആ അച്ഛൻ മകനെ ആഗ്രഹം സാധിച്ചു കൊടുത്ത് വേദിയിൽ നിൽക്കുമ്പോൾ അച്ഛന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹത്തോടുള്ള സമ്മാനമാണ് ഈ സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ സൈനികർക്ക് അത്രമാത്രം പ്രധാനവുമാണ്. എന്തായാലും അച്ഛൻ അത്തരത്തിലുള്ള സല്യൂട്ട് നൽകി. ഈ വേദി എന്ന് പറയുന്നത് മകൻ അച്ഛനെ ആദരിക്കുന്ന വേദിയാണ്. അദ്ദേഹം ഈ സൈനിക വൃത്തിക്ക് ശേഷം പിന്നീട് PSCയിലാണ് ജോലി നോക്കിയത്. അച്ഛനെ ആദരിക്കാൻ മകൻ നിൽക്കുമ്പോൾ അച്ഛൻ ഏറ്റവും വലിയൊരു ആദരം മകന് നൽകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും വളരെ സന്തോഷം. സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, കേരളത്തിലുള്ള ഈ യുവതികൾക്ക് സൈന്യത്തിലേക്ക് എത്താനുള്ള ഒരു അവബോധം അത് കൃത്യമായി കൊടുക്കണം എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ സൈന്യത്തിലേക്ക് ആളുകളെ എത്തുക, നമ്മളെ പ്രചോദിപ്പിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് ആ കുടുംബവും ആ മനുഷ്യരും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും അവരെ കണ്ടുമുട്ടിയതിൽ വലിയ സന്തോഷം. അക്ഷയ.